ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കോടൻ ബിരിയാണിയാണ്. അത് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ. എങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്നുള്ളത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനകത്ത് നമുക്ക് ഇതിപ്പോൾ ഒന്ന് കുഴച്ച് വെക്കാം. അതിൽ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അധികം വേണ്ട, 1/4 മതി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇടാം. കാരണം കുഴച്ച് വെക്കുന്ന ചിക്കനിലേക്ക് നല്ല ഉപ്പ് പിടിക്കും. ഇത് ഇതാക്കിയതിനു ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചേക്കാം. ഓക്കെ, ഇത് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാ 1 കിലോൻ്റെ റൈസാണ് എടുത്തത്. ഇത് ഞങ്ങൾ സപ്ലൈക്കൊന്ന് വാങ്ങിയത് കേട്ടോ. 55 രൂപയുള്ളൂ. ഇത് ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് എത്ര അളവുണ്ട്, എത്ര എണ്ണയോ കേട്ടോ, എന്നാലേ നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നായി 2, ഇതിപ്പോൾ 2.5 ഉണ്ട് കേട്ടോ. 2.5 കപ്പ് അരിയുണ്ട് നമുക്ക്. അപ്പോൾ 1 1.5 എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മസാലയ്ക്കും വേണ്ട കാര്യങ്ങളിലൊക്കെ സെറ്റാക്കാം. പിന്നെ അരിക്ക് ഇത് വേവിക്കാൻ വേണ്ട ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇതിപ്പോൾ 2.5 കപ്പ് അരിയാണുള്ളത്. അതിന് ഞാൻ 4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. എന്താ ഞാൻ 4 കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നേരത്തെ അരി അളന്ന അതേ കപ്പിൽ 4 പ്രാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. പിന്നെ ഞാനിവിടെ 2 വലിപ്പമുള്ള ഒരു പട്ടേൻ്റെ കഷ്ണവും പിന്നെ 5 ഗ്രാമ്പൂ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇത് അവിടെ നിന്ന് തിളച്ചോട്ടെ. ഇത് അടപ്പെടുത്തിട്ട് വരാം. ഇനി ഇതിവിടെ കിടന്ന് തിളച്ചോട്ടെ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ചോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. പാത്രം ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് നമുക്ക് നെയ്യ് വയ്ക്കാം. കുറച്ച് ഇത്ര മതി. ബാക്കി നമുക്ക് ഓയിൽ വയ്ക്കാം. ഒന്നുമില്ല, ഏതെങ്കിലും ഓയിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഇത്രയും പറയുന്നത് നമുക്ക് എണ്ണയൊക്കെ ഇത് പൊരിച്ചെടുക്കണ്ട, ഉള്ളി പൊരിച്ചെടുക്കാണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അണ്ടിടാം. അതിനകത്തേക്ക് മുന്തിരിക ഒന്ന് വീർത്ത് വരുന്നതിനെ നോക്കിയാൽ മതി. വീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മുന്തിരി കരിഞ്ഞാൽ ചാടി. കോരി എടുത്ത് നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി എടുത്തിടാം. ഇത് പൊരിക്കാനുള്ളതാണ്. അത്ര മതി. നല്ലോണം വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആക്കി എടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇനി അധികം കഴിച്ച് കളയണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കത് എടുക്കാം. അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് റൈസിലേക്കുള്ള ഉള്ളിയാണ്. അതിനകത്തേക്ക് ചോറ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് അധികം ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മതി. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് 10 ഗ്രാം നമ്മൾ. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുക. ഇത് നമ്മുടെ മസാലയിലേക്കുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്. ഇതൊരു സ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ചോറിന് അപ്പോൾ കുറച്ച് മതി. കുറച്ചിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കിട്ടും. പച്ചമുളക് പോട്ടെ. ഇതൊന്ന് വഴണ്ടി വന്നിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് നേരത്തെ കുതിർത്ത് അരിച്ച് വെച്ച അരി ഇടാം. ഈ അരി ഇട്ട് കഴിഞ്ഞാൽ
തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. പിന്നെ ഇതിങ്ങനെ ഇളക്കുന്നേരം അധികം കുത്തി ഇളക്കരുത്, കാരണം അരി പൊട്ടിപ്പോവും. പിന്നെ ഇത് കുറച്ച് ഇത്തിരി ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു പൊട്ടുന്ന പോലെ വെച്ചേക്കും. ആ സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമില്ല, കട്ടയിങ്ങനെ പൊട്ട വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിക്കാം. ഇതിൽ ഇനി ഇപ്പോഴാണ് ഉപ്പിടേണ്ടത്. ആവശ്യത്തിന് ഉപ്പിടണം. നമ്മുടെ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേരം ഒരു പൊടിക്ക് ഉപ്പ് മേലെ നിൽക്കുന്ന പോലെ ഉള്ള സമയം അത്ര വരെ ഉപ്പിടണം. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര്, അത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് എടുത്തത്, അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ നോക്കട്ടെ, കുറച്ചുകൂടി ഉപ്പിട്ടു ഇല്ല, ഒരു പൊടിക്ക് മേലൊക്കെ ഒന്ന് പോകണം. അറിയാമല്ലേ, ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഇത് കുറച്ച് ഒന്ന് തിളച്ച് ഒന്ന് വെള്ളം ഒന്ന് കുറുകി വരുന്നവരാണ് നമുക്ക് അടപ്പ് വെക്കേണ്ടതുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇനി നമ്മളെ നേരത്തെ കുഴച്ച് വെച്ച ചിക്കൻ ഉണ്ട്, അത് നമ്മൾ കുക്കറിലാക്കിയിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒരു വിസിൽ വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി. കാരണം നമ്മൾ ദമ്മിടുന്നതിനെ കൊണ്ട് അന്നേരം അപ്പോഴും നല്ലോണം ചിക്കൻ വേവാനുള്ള സമയം ഉണ്ടാവും. അതുകൊണ്ട് ഒരു വിസിൽ മാത്രം വന്നാൽ മതി. ഒരു 2 വിസിലൊക്കെ കൂടി പോയാൽ ചിലപ്പോൾ ചിക്കൻ വെന്തുടഞ്ഞു പോകും. സോ ഇത് ഒരു വിസിൽ വരെ നമുക്ക് കുക്കറിൽ വയ്ക്കാം. സമയം ലാഭം, പിന്നെ ഗ്യാസ് ലാഭം, എല്ലാത്തിനും വേണ്ടി ഞാൻ കുക്കറിലിടുന്നു കേട്ടോ. നമ്മുടെ അരിൻ്റെ വെള്ളം കുറച്ച് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം കേട്ടോ. അടച്ചിട്ട് കഴിക്കാം. ഇനി നമ്മൾ തീ ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ അതിൻ്റെ അകത്ത് വന്നോളും. ഒന്നുകൂടി നല്ലോണം ഒന്ന് കുറുകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെക്കാം കേട്ടോ. നമുക്ക് എന്നാൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു എയർ ഒഴിച്ച് കളയണ്ട, അതങ്ങനെ തന്നെ അതിനകത്ത് നിന്നിട്ട് ഒന്ന് വെന്തോട്ടെ. പിന്നെ നമ്മൾ അരി ഏകദേശം ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതാണ്ടോ, അരി എടുക്കാൻ പാടില്ല, കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തോന്നിച്ചാട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ല സിമ്മിലാക്കിയിട്ട് ഒരു 5-10 മിനിറ്റും കൂടി, ഒരു ടോട്ടലി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ 20 മിനിറ്റ്. പിന്നെ അരിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ ഈ ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. ഒരു മാക്സിമം 20 മിനിറ്റാണ് ഇത് ഈ കുക്ക് ചെയ്യുന്നത്. അത് അത്രയും കുക്ക് ചെയ്താൽ മതി. കാരണം ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ്. കാരണം ബാക്കി ഇത്ര വേവ് കൂടിയത് 20 മിനിറ്റ് ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കി നമ്മൾ ദമ്മിടുന്നേരം കുറച്ചുകൂടി ഒന്ന് സെറ്റാവും, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അരിൻ്റെ സ്മെല്ല് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ഏകദേശം കുക്ക് ആയോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ സ്മെല്ല് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഓഫാക്കി വെക്കാം കേട്ടോ. ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കരുത് കേട്ടോ. ഈ ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം, എന്നാലേ അതിനുള്ളിലേക്ക് വേവത്തുള്ളൂ. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ ചൂടങ്ങ് പോയി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ വെക്കാം. ഇനിയിപ്പം ദമ്മിടുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇത് ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. അതിൽ വട്ടെടുത്ത് വെക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കട്ടോ. ഈ വെള്ളം മാറ്റിക്കോട്ടെ. ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം, അത്ര മതി. ഓയിൽ നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയാണ്, ഞാനിപ്പോൾ 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, നൈസായിട്ട് അരിഞ്ഞത്. 1 കിലോ ചിക്കനല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, 1 കിലോ റൈത്തിന്. ഉള്ളി ഇതിനകത്തേക്ക് ഇടാം. പെട്ടെന്ന് വഴണ്ടി ഇട്ടാൽ കുറച്ച് ഉപ്പിടാം, മതി. ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഉള്ളി ഒന്ന് നല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇത് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല, നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള എരിവിന് മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. നമ്മളെ കുക്കറിലുള്ള ചിക്കൻ വിസിലൊക്കെ പോയത് ഇത് വെന്തത്. ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് കുറച്ച് നമുക്ക് എടുത്ത് വെക്കാം. അത് നമ്മൾ റൈസിൻ്റെ അകത്ത് വെച്ചാൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് നല്ലോണം വഴണ്ടി വന്നിട്ട് ഇതിനകത്ത് ഒരു 5 തക്കാളി മുറിച്ചത് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കും.
ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്ന തക്കാളി പെട്ടെന്ന് വെന്തിട്ടും. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഈ അടി പിടിക്കും. വീണ്ടും മൂടി വെക്കാം. ഈ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ഇടാം നമുക്ക്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ചേർക്കാം. അത് ചിക്കൻ മസാല വേണം. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇട്ടത് നല്ലതായിട്ട് ഇളക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. മസാലയൊന്നും പിടിക്കട്ടെ. അധികം കുത്തി ഇളക്കരുത് കേട്ടോ. ഓൾറെഡി വെന്ത ചിക്കൻ അതിനെ കൊണ്ട് ഒടിഞ്ഞതല്ലോ. ഇനി നമുക്കിത് ഇതിനകത്ത് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ചോറ് ഓപ്പൺ ആക്കാം. ഒന്ന് കുഴച്ചെടുക്കാം. അടിയിലേക്ക് നോക്കാം. അടി പിടിച്ചിരിക്കുന്ന നോക്കാം നമുക്ക്. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിൽ ഓഫാക്കിയത്, അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഈ ചിക്കൻ്റെ അകത്ത് നമുക്ക് മല്ലി പുതിനേൻ്റെ ഇലയിടാം. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ദമ്മിടേണ്ടത്. സിമ്മിലായിരിക്കണം കേട്ടോ തീ വെക്കേണ്ടത്. ചോറിനിടാനുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മതി. മല്ലിയും പുതിന ഇട്ടതിന് ശേഷം നമുക്ക് ഈ റൈസ് കുറച്ചായിട്ട് തട്ടിടാം. ഞാൻ പിന്നെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇളക്കേണ്ടത് ഇതിനകത്തേക്ക് ഇടും. വേറെ നല്ല വലിയ ഒത്തുള്ള ഓരി ഇട്ടോ. ഈ പൊടിയും ഒത്തു കൊടുക്കും. തട്ടിടാൻ ഈ വെള്ളം അത് ഇതിനകത്ത് ഇത്തിരി വെച്ച് കളറിലേത് കളർ അടുത്തടുത്ത് പറയട്ടാക്കിക്കില്ലേ ഞാൻ. നമുക്ക് ലെയർ ഇടാം. ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല കുറച്ച് സ്പെഷ്യൽ മസാല ഇട്ടത് കുറച്ചതിനകത്ത് വിതറാം. അതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച അണ്ടി മുന്തിരി ഒക്കെ ഇടാം. അത് അവസാനം ഇനി അടുത്ത സെറ്റ് ഇടാം. കണ്ടോ, ക്ലിയറാണ്. ഒരു പൊടി പോലും അടി പിടിച്ചിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് വെന്തിട്ട് കണ്ടോ. പിന്നെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിനകത്തുള്ള ഈ സ്റ്റോക്കിലെ ചിക്കനകത്ത് എടുത്ത സ്റ്റോക്ക് ഞാൻ കുറച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് കറീൻ്റെ ഫ്ലേവർ വേണ്ടിയിട്ട് കുറച്ച് ഇതിനകത്തേക്ക് വെച്ചത് കേട്ടോ. കുറേയൊന്നും വയ്ക്കാൻ പാടില്ല, ഒത്തിരി. റൈസിന് ഒരു കളറും കിട്ടും. നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഉപയോഗിക്കാൻ വേണ്ട. പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബിരിയാണി മസാല ഇടണം. എന്നിട്ട് അണ്ടി മുന്തിരി കൂടി ഇടണം. ഇതൊക്കെ ചെയ്യുന്ന നേരം സിമ്മിലായിരിക്കണം കേട്ടോ. തീ അവകാശം കൂട്ടി വെച്ചാൽ അടിയിൽ കരിഞ്ഞു പോകും. ഓക്കെ, നമ്മുടെ ബിരിയാണി ദമ്മിട്ടിക്ക് ഇനി ഇപ്പോൾ അടച്ച് വെച്ച് നല്ലത് വീട്ടിൽ ഇടുന്ന നേരം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കറുത്തിന് വെക്കാം. ഇവിടെ ഇടികല്ലൊക്കെ ഇല്ലേ, നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന അത് ഇതിനെ മുകളിലെടുത്ത് വെക്കട്ടോ. എന്നിട്ട് സിമ്മിലാക്കിയിടാം തീ. ഓക്കെ, അത്ര മതി. ഒന്ന് സിമ്മിലാക്കിയിടാം തീ. സിമ്മിലാക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെന്തോട്ടെ. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കുന്ന നേരം വേണം കേട്ടോ. നമ്മുടെ ദമ്മ് എടുത്ത് വെക്കാം. നമുക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടോ കേട്ടോ ദമ്മിട്ടിട്ട്. ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി. കണ്ടോ, സൂപ്പറല്ലേ?
ഇത് ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്ന് പറയാം.